ഇനിയാണ് എന്റെ ഷോ. ഞെട്ടിക്കൽ ബിരിയാണി ആവശ്യപ്പെട്ട് ബിരിയാണി തരാം. മറ്റടുത്ത വർത്താനം പറഞ്ഞ അമ്മാവനാണെന്ന് ഞാൻ നോക്കില്ല, കൊന്നു കുഴിച്ചു മൂടും. അയാളുടെ ഒരു പുതിയ കണ്ടുപിടുത്തം. ചേട്ടാ പ്ലീസ് 2 ഞെട്ടിക്കൽ ബിരിയാണി ഓർഡർ തന്നീന്നോ? പ്രവചനം തെറ്റാറില്ല. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ എനിക്കതല്ല തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. ചിരി കൊണ്ടുപോതിയും മൗന ദുഃഖങ്ങൾ ചിലരുടെ കുറച്ച് ഓവറായാലല്ലേ ഒരു ശ്രദ്ധിച്ചു. ഇതിന്റെയൊക്കെ കാശാരോട് ഈശ്വര. ചിരി കൊണ്ടുപോതിയും മൗന ദുഃഖങ്ങൾ. വേറെ ലെവലാടാ നീ. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം ഇങ്ങനെ ഒരു ബുദ്ധി? എന്തിന്റെ കുഴപ്പമായത്? ഞെട്ടിക്കൽ ബിരിയാണി ആവശ്യപ്പെട്ട് ചിക്കൻ മട്ടൻ ബീഫ് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഞെട്ടിക്കൽ ബിരിയാണി ഉണ്ട്, തൂക്കയർ ബിരിയാണി. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. നിങ്ങൾ ഞെട്ടിക്കൽ മന്തി ആവശ്യപ്പെട്ട് ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യം നിന്നോട് ആരും പറഞ്ഞു? ഞെട്ടിക്കൽ മന്തി എന്നാ ഞെട്ടിക്കൽ ബിരിയാണി എടുത്തോ. ഞെട്ടിക്കൽ ബിരിയാണി ആവശ്യപ്പെട്ടെ കള്ളപ്പന്നി. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് ഹിന്ദ്. ഇത് കഴിക്കാനും പറ്റത്തില്ലേ? ചേട്ടാ എത്രയായി? ചേട്ടാ ഒരു ഞെട്ടിക്കലല്ലേ 350. പിന്നെ ഞെട്ടിയില്ലേ? ഇപ്പഴാണ് ശരിക്കും ഞെട്ടിയേ. ചേട്ടാ പൈസ ഞെട്ടിക്കലായിട്ട് വേണം പൊട്ടിക്കലായിട്ട് വേണം? എന്നിട്ടാണ് തന്നാ മതി. എന്നാ പൊട്ടിക്കലായിട്ട് പിടിച്ചോ. ചേട്ടൻ ഞെട്ടിയില്ലേ? പൈസ ഞെട്ടിക്കല് തീർന്നുട്ടാ. ബാബു, ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാനാ. ഒന്നും പറ്റിയില്ലല്ലോ. ഇനി പറ്റാതെ ഇയാക്കല്ല എന്നാലോ. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം. നീ അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. എങ്ങോട്ട് നോക്കാൻ?